പണ്ട് നമ്മളൊരു അറബി മാഷായിരുന്നു. ദുബായിലേക്ക് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അത്യാവശ്യം അറബി പഠിപ്പിച്ചു കൊടുക്കലാണ് നമ്മളെ പണി. ദുബായ് കടപ്പുറത്തുനിന്ന് ഇറ്റലിക്ക് പുറപ്പെട്ട ഒരു ഉരുവില് നമ്മളും ഇറ്റലി ചെന്ന് പെട്ടതാ. പിന്നെ തിരികെ വരാൻ കൈ കായില്ലാത്തോണ്ട് നമ്മളും അവിടെ അങ്ങോട്ട് കൂടി. പടത്തോന്റെ കൃപകൊണ്ട് ഇപ്പതാ നമ്മൾ ഇറ്റാലിയൻ പഠിപ്പിക്കുന്നു. ആ എഴുതിക്കോളൂ, ബോൺജോർണോ. അതെന്താണ് സർ? അത് രാവിലെ തന്നെ നമ്മൾ മലയാളത്തിൽ ഗുഡ് മോർണിംഗ് പറയില്ലേ, അതല്ലേ? ആ, ഗുഡ് മോർണിംഗ് മലയാളമല്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ? ഇപ്പൊ ഗുഡ് മോർണിംഗ് അത്യാവശ്യം മലയാളം തന്നെ. സോപ്പ്, പെൻസിൽ, ബെഞ്ചി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ പക്ക ഇംഗ്ലീഷ് ആയിട്ടാ, അതൊക്കെ മലയാളം തന്നെ. എഴുതിക്കോളൂ. ബോൺജോർണോ. നല്ല അസൽ ഇറ്റാലിയൻ തെറി പഠിപ്പിക്കുമല്ലോ. ഗ്യാരണ്ടി. എന്താ സംശയം? വരൂ സർ. ഭാഷ ഏത് വേണമെങ്കിലും പഠിപ്പിക്കും, പക്ഷെ ഇറ്റാലിയൻ ക്ലാസ്സിൽ സീറ്റ് വേണ്ടേ? മന്ത്രി പറഞ്ഞോണ്ടൊന്നും കാര്യമല്ല, അയാളെ മോനെ ഇവിടെ സീറ്റ് കൊടുത്തില്ല. അസ്സലാമു അലൈക്കും. ഇതാണോ താൻ പറഞ്ഞ കക്ഷി? അതെ. ഇതാണോ താൻ പറഞ്ഞ ഇറ്റാലിയൻ മാഷ്? ഒരു തൊലിഞ്ഞ ലുക്ക്. സംശയിക്കണ്ട, നമ്മൾ തന്നെയാണ് അത്. ആള് CI ആണ്. CI ആയാലും CID ആയാലും നമ്മളെ സ്വഭാവത്തിന് മാറ്റം വരില്ല. ഫീസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഫീസിന്റെ കാര്യം പറഞ്ഞു, വേറെന്ത് കാര്യമാ? അല്ല, ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ക്ലൂ കൊടുത്തിട്ടൊന്നും കാര്യമല്ല, പറയുമ്പോ ഫുള്ളായിട്ട് പറയണം. ദുബായിൽ ഇറ്റലിയിലേക്ക് പോയാൽ ഞാൻ ഒരു ഇറ്റലിക്കാരന്റെ പാചകക്കാരനായിട്ട് മാറി. മനസ്സിലാക്കണം. സാഹിബ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കും, സാഹിബ് ബർഗർ ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ബർഗർ എടുത്ത് കൊടുക്കും. അവസാനം സാഹിബ് വെറുത്ത് ഇയാൾ എന്റെ ഉമ്മക്കും പാപ്പക്കും വിളിക്കും, നിരന്തരമായിട്ട് വിളിക്കും ഇറ്റാലിയൻ ഭാഷയിൽ. പറയുന്നതുകൊണ്ട് അസൂയ തോന്നരുത്. നമ്മൾ അത് ബൈഹാർട്ടാക്കി ക്ലാസ്സിൽ കുട്ടികൾ വീട് തെളിക്കുമ്പോ നമ്മൾ അതിനകത്ത് ഓരോ വിളിക്കും. വിളിച്ചോളൂ, മുഖം നോക്കാതെ വിളിച്ചോളൂ. ഇങ്ങനെ ഒരു തെറിവിളി മാഷ തന്നെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ഔള ക്ലാസ്. അവളോ? ഏതവള്? ഇവിടെ അവളെ ഞാൻ കാണുന്നില്ലല്ലോ. ക്ലാസ് എന്ന് വെച്ചാ എനിക്ക് ക്ലാസ് പോടാ ഹംകെ. ഓഹോ, എന്നാണ് അതിന്റെ മലയാള അർത്ഥം. ഓഹോ, പ്രാന്തോ. പ്രാന്തോ? എനിക്ക് പ്രാന്തല്ലേ മാഷേ. പോയിട്ടാനോ മാഷേ, ഇപ്പൊ പറഞ്ഞ തെറിയുടെ മലയാളം എന്താ? വെറുതെ ചിരിച്ച് സമയം കളയാതെ എന്തെങ്കിലും പഠിക്കാൻ നോക്കി ചെറ്റകളെ എന്നാണ് അർത്ഥം. ആ മാഷേ, എനിക്കിത് മൊത്തം ആവശ്യമില്ല, അവസാനത്തെ ചെറ്റ മാത്രം മതി. ചെറ്റ പൊയ്റ്റാനോ? ആ, പിന്നെ സായിപ്പ് തള്ളക്ക് വിളിച്ചായിരുന്നോ? ഇല്ല. ഫുബ്ലിയോ ബാപ്പറ്റിയോൺ. അപ്പൊ ഇത് ബാപ്പക്ക് വിളിച്ചതാ. ഫുബ്ലിയോ ബാപ്പറ്റിയോൺ. ബാപ്പറ്റിയോൺ. ഉമ്മാക്കിയും കൂടെ വിളിച്ചേരെ. അതെന്ത് പറയാനാ? ഹുബ്ലിയോ ഉമ്മാറ്റിയോൺ. ഹുബ്ലിയോ ഉമ്മാറ്റിയോൺ. ഉമ്മാറ്റിയോൺ. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയൊക്കെ ചേർത്തോളൂ. ഇന്നലെ പറഞ്ഞത് ഹൂഗ്ലി. സാറ് ഇറ്റലിക്കാ? ഭാര്യ നേഴ്സാ? ടിയാമോ? അതെന്ത് തെറിയാ? ഐ ലവ് യു. അവനെ 10 പറയാൻ ഇത് ധാരാളം മതി. പിന്നെ കാണാം. നിന്റെ അച്ഛൻ. നിന്റെ അമ്മൂമ്മ. ഇടിയോട്ടോ. ഒരക്ഷരമുണ്ടോ? മയാലേ കൊക്കിയോ? ബൊവാലോ? പാറാബൂട്ടെ. മയാലേ പൊട്ടാറ്റോ. സായിപ്പിന്റെ ഇടപാട് തീർന്നു. വെടിതല്ലോ കിടക്കുന്നു ധരണിയിൽ. മയാലേ. ഇന്നല്ലേ നമ്മൾ കൊല്ലം ബീച്ച് ഓർക്കിഡിലേക്ക് പോകുന്നത്? കഴിഞ്ഞ വർഷം അവിടെ വെച്ചാണ് ഫാബ്രിയും ശില്പിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്നല്ലേ ജാക്സൺ പറഞ്ഞത്? എങ്കിൽ അതേ ബീച്ച് ഓർക്കിഡിൽ വെച്ച് തന്നെ അവരെ നമുക്ക് ഒന്നിപ്പിക്കാനും കഴിയണം. മാഷേ, സ്ഥലമെത്തി. എഴുന്നേക്ക് ബാബാ. Get down. Come on. Yeah. Come on. Please, ma'am. Thank you. എത്തിയല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നു. നോ പ്രോബ്ലം. ഓക്കെ ദെൻ. എങ്ങനെയുണ്ട്? ടൂറൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലും അതൊക്കെ കണ്ടെത്തണ്ടേ? എല്ലാ ആഘോഷങ്ങൾക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ലേ കഴിയൂ. ഈ ബീച്ച് ഓർക്കിഡ് നിങ്ങൾക്കൊരു പുതിയ ആഘോഷത്തിന് തുടക്കമാവട്ടെ. വരയൂ
Oh, hi. Welcome. Hi, you're welcome. Thank you. Oh, nice. She looks beautiful. Hi. Great. And Elisa, this is Shilpa. Yeah, I know. Nice meeting. I've seen in the painting. Oh, Hi, Jackson. Hi, Gloria. How was the flight? Fine. Okay, let's go. come. Okay. Come. This is my new world. ഡ്രൈവർ വണ്ടി നിർത്തൂ. മദാമ അല്ല മദാലസ. Welcome, sir. ഇതാര്? വെരി ബ്യൂട്ടിഫുൾ. Sir, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയായിരുന്നു. please come, sir. അയ്യോ പോയാ. ഐ ആം കമ്മിങ്. Mr. Franco Bernardo, 70s Ayurveda tour package? എക്സ്ക്യൂസ് മീ, എനിക്ക് മദാമർ മാത്രമുള്ള ടൂർ പാക്കേജ് ആണ് വേണ്ടത്. അതെ സർ, അതുകൊണ്ടാണല്ലോ സാർ ഞങ്ങൾ ആയുർവേദ ടൂർ പാക്കേജിന് സെലക്ട് ചെയ്തത്. ആയുർവേദോ അലോപ്പതിയോ എനിക്ക് പ്രശ്നമില്ല. ഫുൾ ടൈം ഫോറിനേഴ്സ് എന്റെ കൂടെ ഉണ്ടാവണം. പ്രത്യേകിച്ച് മദാമേഴ്സ്. സാറാണ് കൊള്ളാലോ. ആഫ്രിക്കൻ ലൈഫിനിടയിൽ എനിക്ക് ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര മദാംസ് ഉണ്ട്? ഒരുപാടുണ്ട്. Oh my God. സാർ ആദ്യം ജ്യൂസ് കുടിക്കേ. മുസംബി, മാതളം, പപ്പായ, പൈനാപ്പിൾ, ഇതില്ലാതെ ജ്യൂസ് ആയത്. കുടിച്ചു നോക്കൂ സർ, ഇതൊരു പ്രത്യേക തരം ജ്യൂസാണ്. ഓക്കെ, ഈ കുഴന്ന് പിടിക്കോ അല്ലേ? വേണ്ട. ഇതെന്ത് ജ്യൂസാണിത്? എന്തൊരു കയ്പാണ് ഒരാഴ്ച നിങ്ങളുടെ റിസോർട്ടിൽ താമസിക്കുന്നതിന് 2 ലക്ഷം രൂപ അടച്ചവനാ ഈ ഫ്രാങ്കോ. എന്നിട്ട് ഇപ്പൊ വന്നോടനെ തന്നെ പാവക്ക ജ്യൂസ് എന്നെ പറ്റിക്കണ. ഒരു പ്ലേറ്റ് ബദാഷാക്കി പറ്റേ. സാർ ആയുർവേദ പാക്കേജ് സെലക്ട് ചെയ്തുകൊണ്ട് പാവയ്ക്ക ജ്യൂസ് കൊണ്ടുവന്ന് ഇനി ഒരാഴ്ച കാലം സാർ ആയുർവേദ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ പാക്കേജ് മാറ്റൂ. സാർ അപ്പം മദാമാസ് എങ്കിൽ പിന്നെ പാവക്കയോ പടവലങ്ങയോ സാമ്പാർ കൃഷ്ണോ എന്ത് പണ്ടാറും വേണമെങ്കിലും കൊണ്ടുപോയി മദാമയുടെ പാക്കേജ് മാത്രം മാറ്റരുത് പ്ലീസ്. Concentrate, okay? Right? Okay, Guru. I'm ready. Good. Very good. Your enemy is coming. Now it's your chance. Your chance. അഭ്യാസമുറകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്താ ഒരു കൈ നോക്കുന്നോ? നോക്കാം. Wow, what a brilliant fighter. മോനെ, 1947 മുമ്പ് നിങ്ങളുടെ വർഗവുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു. അത് ഈ നാടിന് വേണ്ടി, ഈ മണ്ണ് തിരികെ പിടിക്കാൻ. ഇതിപ്പോ പെണ്ണിന് വേണ്ടിയാ. പൊയ്ക്കോണം, കണ്ടുപോകരുത് ഇവിടെ. പിടിക്കേ. സായിപ്പിനെ നമ്മൾ ശക്തി കൊണ്ടല്ല തോൽപ്പിക്കേണ്ടത്, ബുദ്ധി കൊണ്ടാണ്. ശ്രീകുട്ടന്റെ പെണ്ണിനെ ചതിച്ച സായിപ്പിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഇപ്പൊ സായിപ്പായിട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുക. ശില്പയോട് സായിപ്പ് ചെയ്തതുപോലെ സായിപ്പിന്റെ പെങ്ങളായ അനാലിസയോട് ശ്രീകുട്ടൻ ചെയ്യണം. ശ്രീകുട്ടൻ അവളെ പ്രേമിക്കുന്നതായിട്ട് അഭിനയിക്കണം. എന്നിട്ട് അവൾക്ക് നല്ലൊരു സമ്മാനവും കൊടുത്ത്
ആ സായിപ്പിന്റെ കാൽ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. ചെല്ല് ശ്രീകുട്ട ചെല്ല്. കേരളത്തിൽ ആൺകുട്ടികളുണ്ടെന്ന് സായിപ്പ് അറിയട്ടെ. എന്തെങ്ങനെ നോക്കുന്നത്? Shilpa, do you still love me? I'm still loving you. Yeah. I know. ഹലോ. Oh, the great fighter. ഓ I really admire you. ഓ അതെ അതെ, ഐ ഓൾസോ ലവ്സ് യു. യെസ്. Hey, Sabri. Hey, Shilpa, good morning. Hi, good morning. Look, I'm ready. Oh, you're ready? You look beautiful. No, not that. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഡ്രീം പെയിന്റിങ്ങിന് വേണ്ടി പോസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. Yes. I never needed anyone to make me alive. All my dreams seems like castle in the sky. I stand before you Sabri. with my heart full of love. Everything I have I give you. Wow. Never lived before your love. Never felt before your touch. Never needed anyone to make me alive for me. I never Kollalo. lived before your love. I never lived before your love. I never felt the touch before your touch. Why the sun decides to shine, but you breathe the life just in time. I love you. എന്താണോ ഒരു ഇളക്കം? ഡ്രീം പെയിന്റിങ്ങിന് ആ. ശില്പ സമ്മതിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ പെണ്ണിന്റെ പുറകെ നിന്നെ കണ്ടോ എന്താ ശ്രീ ഇത്? വീണ്ടും ഈ ചെറ്റയുടെ മുന്നേ പോസ് ചെയ്യാനാണോ നിന്റെ തീരുമാനം? ഞാൻ കാരണം ഒരു കലാസൃഷ്ടി മുടങ്ങാൻ പാടില്ല. കൊലാസൃഷ്ടി. ഇവന് ഞാൻ പണി വേറെ കൊടുക്കുന്നു.